നീ ലൈറ്റ് ഓഫ് ആക്കി നിനക്ക് ഉറങ്ങാമല്ലോ. നമുക്ക് സമയം അറിയില്ലോ. ശ്രീധുവിൻ്റെ ഫാമിലിയാണ് വന്നിരിക്കുന്നത്. അമ്മേനെ കണ്ടപ്പോൾ ശ്രീധു ഭയങ്കര ഹാപ്പിയാണ്, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ടാണ്. അങ്ങനെ ശ്രീധുവിൻ്റെ അമ്മ എല്ലാവരോടും മിണ്ടുന്നുണ്ട്, എല്ലാവരോടും മിണ്ടി അകത്തോട്ട് കയറുവാണ്. പക്ഷെ അർജുൻ അവിടെ നിൽപ്പുണ്ട്. അർജുനെ ശ്രീധുവിൻ്റെ അമ്മ അത്ര മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ഇവർ റൂമിൻ്റെ ഉള്ളിലൊക്കെ പോകുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അർജുൻ്റെ ഫാമിലീനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴും ശ്രീധുവിൻ്റെ അമ്മ വല്ലാതെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇത് ഒരാളത് പറയുകയാണെങ്കിൽ അതിന് ഒരു മീനിങ് ഉണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് അവർ സംസാരിക്കുകയാണ്. അപ്പോൾ മോൾക്കൊരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അതെല്ലാം മോൾക്ക് കൊടുക്കുന്നുണ്ട്. കൊടുത്തു കഴിഞ്ഞിട്ട് അമ്മ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ മോളോട് പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ശ്രീധു ആണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. രാത്രിയിലായിട്ട് അണിക്കുമ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങണം, എന്തിനാണ് എഴുന്നേറ്റിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോഴും കുറച്ച് സീരിയസ് ആയിട്ട് തന്നെയാണ് മോളോട് പറയുന്നത്. തോന്നൽ മാത്രമാണെങ്കിലും എല്ലാമേ ഫേക്കോ அப்படின்னு. അമ്മ പോയതിന് ശേഷമുള്ള ശ്രീധുവിനെയാണ് പിന്നെ കാണാൻ കഴിയുന്നത്. അർജുനോട് അങ്ങനെ കാര്യമായിട്ട് മൈൻഡൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഫേക്കാണെന്ന് തോന്നുവാണെന്ന് പറഞ്ഞ് ശ്രീധു ഒരു ഡൗൺ ആയതുപോലെ അവിടെ കിടക്കുവാണ്. അപ്പോൾ റസ്മിൻ പോയിട്ട് സംസാരിക്കുന്നുണ്ട്, അതൊക്കെ നിൻ്റെ തോന്നലാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്തോ ശ്രീധുവിന് അതൊന്നും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ 3-4 വട്ടം ചെന്ന് എനിക്കറിയില്ലേ എന്നാ പറയുന്നത്. അപ്പോൾ അർജുൻ ചെന്നിട്ട് മിണ്ടാൻ കൂട്ടാക്കിയില്ല എന്നാണ് റസ്മിനോട് അർജുൻ പറയുന്നത്. 3-4 വട്ടം ചെന്നു. അപ്പോൾ റസ്മിൻ പറയുന്നത് അതൊക്കെ നാളെ നേരം വെളുക്കുമ്പോൾ ശരിയാകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ, അർജുനും ശ്രീധുവും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. പ്രേക്ഷകരാണ് ശ്രീജുൻ എന്ന് പറഞ്ഞൊരു ആ കോംബോ ഉണ്ടാക്കിയെടുത്തത്. അപ്പം അമ്മ വന്ന് അങ്ങനെ എന്തോ ഒരു സൂചന നൽകിയതിന് ശേഷമാണ് ശ്രീധുവിനൊരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അർജുൻ ശ്രീജുൻ കോംബോ ഇനി പ്രേക്ഷകർക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ശ്രീധുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞപ്പോൾ ശ്രീധുവിൻ്റെ മുഖമൊക്കെ ആകെ മാറിയായിരുന്നു. പിന്നെ ബിഗ് ബോസ് കൺവെൻഷൻ ഗ്രൂപ്പിലേക്ക് വിളിച്ചിട്ട് കോൺഫിഡൻസ് കൂട്ടാനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടൊരു വാണിംഗ് ഒക്കെ കൊടുത്തായിരുന്നു. പക്ഷേ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അമ്മ വന്ന് കോൺഫിഡൻസ് കൊടുക്കുകയല്ല, കോൺഫിഡൻസ് മൊത്തം കളഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. അതൊരു അമ്മയുടെ കൺസേൺ ആയിരിക്കാം, പക്ഷേ പറഞ്ഞ രീതി തെറ്റിപ്പോയി. അതേപോലെ അർജുൻ്റെ അമ്മേനോടൊക്കെ അധികം മൈൻഡ് ചെയ്തില്ല, അർജുനോട് അധികം മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇതൊരു ഗെയിമാണ് എന്നുള്ളൊരു ലെവലിൽ കാണാൻ കഴിഞ്ഞില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ അൻസിബയുടെ പാരൻസൊക്കെ വന്ന് കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു വൈബ് ഇവിടെ ഉണ്ടായിരുന്നില്ല.